ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രവൃത്തി പരിചയ മേളയിലെ മറ്റൊരിനമായ വേസ്റ്റ് മെറ്റീരിയൽസ് എന്ന ഒരു ഐറ്റത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുക, അതിലെ ചെറിയ രണ്ടിനങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്താം എന്ന് കരുതിയിട്ടാണ്. ഈ വേസ്റ്റ് മെറ്റീരിയലിൽ നമുക്ക് ഒരുപാട് കാണിക്കാമെന്ന് വിചാരിച്ചാൽ ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ് വേസ്റ്റ് മെറ്റീരിയൽ. വേസ്റ്റ് മെറ്റീരിയൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഉപയോഗശൂന്യമായ വസ്തുക്കളിൽ നിന്ന് ഉപകാരപ്രദമായ വസ്തുക്കൾ എങ്ങനെ നിർമ്മിക്കാം, എങ്ങനെ അതിനെ ഒരു ഉപകാരപ്രദമായ വസ്തുവാക്കി എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ഈ ഐറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു മേഖല കൂടിയാണിത്. കാരണം ഒരുപാട് ഈ വേസ്റ്റുകളാണെങ്കിലും മറ്റ് വേസ്റ്റുകൾ, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, ഇങ്ങനെ വേസ്റ്റിൻ്റെ ഒരു ലോകത്താണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നിൽക്കുന്നത്. ഒരു വീട്ടിൽ നിന്ന് തന്നെ ഒരുപാട് വേസ്റ്റുകൾ, നമ്മൾ പണ്ടുള്ളതുപോലെയൊന്നുമല്ല, ഒരു വീട്ടിൽ തന്നെ ഒരുപാട് ഇലക്ട്രോണിക് സാധനങ്ങൾ, ഒരുപാട് വാഹനങ്ങൾ, അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തിൽ നിന്നും എന്തും നിർമ്മിക്കാം, അത് ഒരാളുടെ ബുദ്ധിക്കനുസരിച്ചാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇതിപ്പോൾ ചിലപ്പോൾ നമുക്ക് വേറെ വീഡിയോസ് പലതും എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് CD ഇവിടെ വേസ്റ്റായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും കോണിൻ്റെ പുറന്തൊലിയാണിത്. അപ്പോൾ ഇതും കൂടെ വെച്ചിട്ട് ഒരു ഫ്ലവർ വേസും എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇത് എൻ്റെ ഒരു ഐഡിയക്ക് ഞാൻ ചെയ്യുന്നതെന്ന് മാത്രം. അതുപോലെ നിങ്ങളുടെ ഐഡിയക്ക് നമുക്ക് ഉപയോഗം ഇല്ലാത്ത ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കാമെന്ന് ചിന്തിച്ച് നമ്മുടേതായ ഒരു കണ്ടുപിടുത്തവുമായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വേസ്റ്റ് മെറ്റീരിയൽ എന്നുള്ള സംഭവം നമുക്ക് വിജയിപ്പിക്കാൻ കഴിയും. അതുപോലെ ഈ ഒരു മത്സര ഇനത്തിൽ 9 ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അലങ്കാര വസ്തുക്കൾ, ഒരു 3 അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കണം. അതുപോലെ 3 ഉപയോഗയോഗ്യമായ വസ്തുക്കൾ ഉണ്ടാക്കണം. 3 പഠനോപകരണങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ 9 ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഓരോന്നിനെ കുറിച്ചും, അലങ്കാര വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ വീട് അലങ്കരിക്കാൻ, നമ്മുടെ എവിടെയാണോ സ്കൂൾ അലങ്കരിക്കാൻ പറ്റുന്ന പൂക്കളോ അങ്ങനെയുള്ള വോൾ ഹാങ്ങിങ്, അതുപോലെയുള്ള എന്തെങ്കിലും അലങ്കാര വസ്തുക്കൾ 3 എണ്ണം. പിന്നെ ഉപയോഗപ്രദമായ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം പണ്ട് തൊട്ടേ കണ്ടുവരുന്ന ഒരു ഇനമാണ് നമ്മൾ വേസ്റ്റ് ആയി കിടക്കുന്ന കുടയുടെ തുണിയൊക്കെ കീറിയിട്ട് വേസ്റ്റ് പൊടി തട്ടി മോപ്പ്, ചൂല്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് കാണാം. അതുപോലെ നമുക്ക് നമ്മുടെ ഐഡിയയിൽ വരുന്ന ഏതെങ്കിലും ഒരു ഉപകാരപ്രദമായ 3 വസ്തുക്കൾ ഉണ്ടാക്കുക. പിന്നെ വരുന്നത് പഠനോപകരണം, ടീച്ചിങ് എയ്ഡാണ്. അത് നമ്മൾ അബാക്കസ് ഒക്കെയാണ് നോർമലി ചെയ്തു വരുന്നത്. അതുപോലെ എന്തെങ്കിലും നമുക്ക് പറ്റുന്ന, നമുക്ക് നമ്മുടെ ഐഡിയയിൽ വരുന്ന ഏതൊരു ഇനവും നമുക്ക് എന്തിൽ നിന്നും വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ തന്നെ നമ്മുടെ ഐഡിയയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പുതിയ ഇനം, ഒരു പുതിയ ഐറ്റം നമ്മൾ തന്നെ ചെയ്ത് വരുമ്പോൾ അതാണ് ഏറ്റവും ഭംഗിയായിട്ട് വരിക. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ തന്നെ കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. ആദ്യം ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതാണ് ഞാൻ ബോട്ടിൽ, നമ്മുടെ ഫ്ലവർ വേസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് ചുറ്റും ഈ CD സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് ഇതിനൊരു ഭംഗിയുള്ള ഫ്ലവർ വേസ് ആക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് വീണ്ടും പറയേണ്ടത്, ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് ചെയ്യുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് എന്തും ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എടുക്കുന്ന ഈ CD സെൻറ്റർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കെയിൽ വെച്ച് വരച്ച് കട്ട് ചെയ്യാണ്. കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ഇതിലേക്ക് ഒട്ടിക്കുക എന്നുള്ള പ്രോസസ്സാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ നീറ്റാക്കിയിട്ട് എടുത്തിട്ടൊന്നുമില്ല, കാരണം ഇതിനുള്ളിലേക്ക് പോകുന്നതാണ്, ചെളിയൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്ത ഒരു ബോട്ടിലാണ്, വെളിച്ചെണ്ണയുടെ എങ്ങനെ ബോട്ടിലാണിത്. അപ്പോൾ ഇതിന് ചുറ്റും നമ്മൾ CD കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുകയാണ് ആദ്യത്തെ പ്രോസസ്സ്. CD കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബോട്ടിലും അതേപോലെ ചെറിയൊരു ബോട്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഡിസ്ക് കട്ട് ചെയ്യാതെ നമ്മൾ ഇതിൻ്റെ അടിയിൽ ബേസ് ആയിട്ട് ഇങ്ങനെ വെച്ച് ഒട്ടിക്കുകയാണ്. ഇതിന് ശേഷം ഇതിൻ്റെ ചുറ്റിനും ഇതിങ്ങനെ ഒട്ടിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
ഫെവിബോണ്ട് നമ്മൾ തേച്ചിട്ട് ഒരിത്തിരി നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വെക്കുന്നത് നല്ലത്. ഒരു എയർ ഡ്രൈ ആയതിനു ശേഷം വെക്കുമ്പോൾ പെട്ടെന്ന് ഇത് സെറ്റാവും കേട്ടോ. നമ്മളിങ്ങനെ പക്ഷേ തേച്ച് ഉടനെ തന്നെ വെക്കുമ്പോഴത്തേക്കും അത് കുറച്ച് സമയം എടുക്കും പിന്നെ ഉണങ്ങാനായിട്ട്. ഇപ്പോൾ ഇതൊന്ന് എയറിൽ സെറ്റ് ആയതിനു ശേഷം ഇത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തമ്മിൽ ഒട്ടും. അത്യാവശ്യം എയർ ഡ്രൈ ആയതിനു ശേഷം വെച്ചപ്പോൾ കണ്ടോ കുറച്ച് ഒന്നുകൂടെ സ്റ്റിക്കിയായി. ബീഡ്സൊക്കെ കളക്ട് ചെയ്തിരുന്ന അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ എനിക്ക്. ഇതൊക്കെ എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ ഉമ്മ വാങ്ങി തന്ന സാധനങ്ങളാണ് ഇതിൽ ഒരുപാടുള്ളത്. അന്ന് എനിക്ക് ഈ ക്രാഫ്റ്റിനോടൊക്കെ ഭയങ്കര ഒരു ഭ്രാന്തുണ്ടായിരുന്നു. പക്ഷേ ഞാനങ്ങനെ ചെയ്തെനിക്കത് എല്ലാ ഐറ്റങ്ങളും ഞാൻ പരീക്ഷിക്കാത്തതായിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് അതിലൊക്കെ ഉള്ളൊരു വിജയം എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഉമ്മ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കാണാം. എന്താ രസം, എന്താ ഭംഗി അങ്ങനെ പറയും. അങ്ങനെ ഞാൻ ഫാബ്രിക് പെയിൻ്റൊക്കെ അന്ന് ചെറുപ്പത്തിൽ കുറേ ചെയ്യുന്നു ഡ്രസ്സിലൊക്കെ. എന്താണ് ഞാൻ എനിക്ക് ചെയ്യണമെന്ന് പറയുന്നത് അതിൻ്റെ സാധനങ്ങൾ ഉമ്മ റെഡിയാക്കി തരുമല്ലോ എപ്പോഴും. അപ്പം അന്ന് മുതലുള്ള അതിൻ്റെ ബാക്കി പത്രങ്ങളാണ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉള്ളത്. കുറേ സാധനം അതിൻ്റെ കൂടെ ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറഞ്ഞ പൈസയുടെതൊക്കെ ആയിരിക്കും. ഇതൊക്കെ ഞാൻ ഇത്രയും മുന്നേ വാങ്ങിയിട്ട് സൂക്ഷിച്ച് വെക്കുന്ന കേട്ടോ. ഇതൊക്കെ ഒരുപാട് സാധനമുണ്ട് ഇപ്പോഴൊന്നുമല്ല, അതൊക്കെ പഴയ കളക്ഷൻസാണ് ഇതൊക്കെ. ഞാൻ ഇപ്പം എൻ്റെ മക്കൾസ് ഇതിൽ ഇടപെടാൻ വന്നപ്പോഴാണ് ഇതിൻ്റെയൊക്കെ എണ്ണം കുറഞ്ഞു തുടങ്ങിയത്. ബാക്കി ഇതൊക്കെ പണ്ടേക്ക് ഉള്ളെങ്കിൽ തോന്നുന്നതൊക്കെ ഒരുപാട് കവർ കണ്ടാലോ അല്ലെങ്കിൽ കളർ കണ്ടില്ലേ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എൻ്റെ കളക്ഷൻ ഉണ്ട് ഇവിടെ. ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഉപകാരപ്പെടാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കിട്ടിക്കഴിഞ്ഞാൽ കളയാതെ നമുക്കൊരു ഏരിയ നമ്മൾ ഉണ്ടാക്കുക. വീട്ടിൽ നമുക്ക് എപ്പോഴും നമ്മുടേതായ ഒരു ഏരിയ ഉണ്ടാവണം. അപ്പോഴേ ഇതൊക്കെ നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ നോക്കി ഈ ഡിസ്കുകളൊക്കെ നമ്മൾ ഒഴിവാക്കിയ സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഇനി ഇതിനെ ഡെക്കറേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലവർ വേസ് ആയി മാറിയത്. ഉണങ്ങുന്ന വരെ നമുക്ക് ടൈമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഫ്ലവർ ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് മുന്നേ കുറച്ചൊരു ബീഡ്സൊക്കെ ഇവിടെ ഉള്ളത് ഞാൻ എടുത്ത് ഇതിനകത്തേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒട്ടിക്കുന്നുണ്ട്. പിന്നെ ഇതിലൊരു സ്പ്രേ പെയിൻറ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. പല തരത്തിലുള്ള ഡിസ്ക് ആയതുകൊണ്ട് തന്നെ അതിനൊരു അഭംഗി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി സ്പ്രേ പെയിൻ്റ് കൂടെ ഇതിൽ ചെയ്തൊന്ന് ഫിനിഷ് ചെയ്യും. അപ്പം അത് ഉണങ്ങാൻ വയ്ക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ കോണിൻ്റെ ലീഫ് ഉപയോഗിച്ചിട്ട് ഫ്ലവറൂടെ ചെയ്യാം ഇതിൽ വെക്കാനായിട്ട്. ഈ ഫെവിബോണ്ടിൻ്റെ സ്മെല്ല് എല്ലാവർക്കും ഒന്നും പറ്റിക്കൊള്ളുന്നില്ല, എനിക്കും അലർജി ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെയൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾ മാസ്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഒന്നുകൂടെ സേഫ് ആയിരിക്കും കേട്ടോ. നമുക്കിനി ഇതിലേക്കുള്ള ഫ്ലവർ ചെയ്യാം. അപ്പോൾ ഫ്ലവർ ഞാൻ യൂസ് ചെയ്യുന്നത് കണ്ടില്ലേ, ഈ ഒരു കോണിൻ്റെ ലീഫാണ്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഏത് ഷേപ്പിൽ വേണമെയുള്ള ഫ്ലവറുകളും ചെയ്യാം. അപ്പോൾ ഞാനിത് സിമ്പിളായിട്ടൊരു ഫ്ലവർ ഇതിന് കട്ട് ചെയ്ത് പെറ്റൽസ് ഇത് തന്നെ കട്ട് ചെയ്ത് കിട്ടുന്ന രീതിയിൽ എടുത്തിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലവർ എങ്ങനെ ചെയ്ത് നോക്കാം. ഞാനിത് ഒരു 5 പെറ്റൽസ് ഇതിൻ്റെ അടിയിൽ നിന്ന് എല്ലാത്തിൻ്റെ അടിയിൽ നിന്ന് 5 എണ്ണം വീതെടുക്കുകയാണ്. 5 പെറ്റൽസ്
ഇനി ഇത് ഷേപ്പിൽ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ, അത്രയേ ഉള്ളൂ. ഈ കോൺ ഇപ്പം ഇന്നലെ ഇവിടെ കിട്ടിയതാണ്. ഇത് ഉമ്മ എവിടെ ഞാൻ ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എവിടെ എങ്ങനെ എന്ത് ആക്രി ഉണ്ടെങ്കിലും ഉമ്മ ഇവിടെ എത്തിക്കും. എന്ത് നമ്മൾ ഒഴിവാക്കുന്നതാണേലും ഉമ്മ പറയും ഇത് നെസ്കി കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ, അതുകൊണ്ട് ഇത് ഞാൻ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞിട്ട് എവിടെ ആയാലും അത് പെറുക്കിയെടുത്ത് വരും. ഇതിപ്പോൾ ഇന്നലെ ഇങ്ങാപ്പുഴയിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന സാധനങ്ങളാണ്. അപ്പം ഇതാ ചൂടോടുകൂടി തന്നെ ചെയ്യുമ്പോൾ ഉമ്മയ്ക്ക് ഒരു സന്തോഷം. ഉമ്മ പെറുക്കി കൊണ്ടുവന്നതാണല്ലോ, ഉമ്മയ്ക്കൊരു സന്തോഷം. അതുകൊണ്ടാണ് ഇന്നലെ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഫ്ലവറിൻ്റെ ഡീറ്റെയിൽസ് പറയാത്തതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് തൊട്ട് മുന്നേ ഞാനൊരു പാള കൊണ്ടുള്ള പൂ ചെയ്തിരുന്നു. അപ്പോൾ ഏകദേശം ആ ഒരു രീതിക്ക് തന്നെയാണ് ഈ ഫ്ലവറും ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ നാച്ചുറൽ ഒരു ഇത് കളയാതെ ആ ഇതിനകത്തുള്ള ലൈൻസും അതിനുള്ള ഈ കേളിങ്ങും ഒക്കെ അതേപോലെ നിലനിർത്തിക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പെറ്റൽസാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മളിഷ്ടത്തിന് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിനൊക്കെ നിവർത്തിയെടുത്തിട്ട് കളർ ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പം ഞാനിതിന് നാച്ചുറൽ കളർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെനിക്കൊരു പ്രത്യേക ഭംഗി തോന്നി. ഇനി വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇതിൽ കളർ മാറ്റിയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്ലവർ വേസും ഫ്ലവറും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിനൊന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഫ്ലവർ വേസിന് ഒരു സിൽവർ കളറാണ് കൊടുത്തിരിക്കുന്നത്. സിൽവർ കളർ എടുത്ത് മുഴുവനായിട്ട് സ്പ്രേ ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ഫ്ലവർ എടുക്കുകയാണ്. ഫ്ലവറിലേക്കും റെഡ് കളറും ലീഫിന് ഗ്രീൻ കളറും സ്പ്രേ പെയിൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഫ്ലവർ വേസ് ഞാൻ ഏകദേശം ഒരു സിൽവർ കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ഫിനിഷ് ചെയ്തു. ഫ്ലവേഴ്സും സ്പ്രേ പെയിൻറ്റ് ചെയ്തു. ഇനി ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ ഓക്കെ ആയി. അപ്പോൾ ഏതിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഫ്ലവറോ എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം. അതൊക്കെ നമ്മുടെ ചിന്തയിൽ നിന്ന് വരേണ്ടതാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വേസ്റ്റ് മെറ്റീരിയലിന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഞാനിപ്പം ഈ ഒരു ഇത് കിട്ടിയത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഫ്ലവറാക്കി എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഒരു വേസ്റ്റ് പോലും വന്നിട്ടില്ല കേട്ടോ. ഇതിന് നമ്മൾ ചെയ്തതിന് ഒരു വേസ്റ്റ് പോലും വരാതെയാണ്. നല്ലൊരു ഫ്ലവർ വേസും ഫ്ലവേഴ്സും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഡിസ്കിന് കുറച്ചുകൂടെ ഭംഗി കൂട്ടുന്നതിനായിട്ട് ഞാൻ കുറച്ച് ഡിസ്ക് പൊട്ടിച്ച് അതിൻ്റെ
എല്ലാ ഭാഗത്തും തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഗ്ലൈസിങ് കൂടി അത് പിന്നെ ഞാൻ ചെയ്തതാണ് അപ്പോൾ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി.